വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ, അതായത് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി വന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ തിരുവള്ളൂർ സ്വദേശി റിജേഷിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്നാണ് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഈ സ്ക്രീൻഷോട്ട് ആദ്യം എത്തിയത്. അവിടെ പോസ്റ്റ് ചെയ്തത് റിബേഷ് രാമകൃഷ്ണനായിരുന്നു, റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. ഈ റിബേഷിന് ഈ വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ അന്വേഷണ സംഘം ഈ റിബേഷിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ തനിക്ക് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് അന്വേഷണ സംഘത്തോട് പറയാൻ റിബേഷ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് വന്നു, ആരാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ പഴയ അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം, ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി മനോഹരൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചത്. അതിൽ ആദ്യഘട്ടത്തിൽ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞു. അതായത് ഈ റിബേഷ് രാമകൃഷ്ണന് ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം ഇതാരാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ഇനി ഈ റിജേഷിനെ വിശദമായി ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നു. ഇനി ഈ ഗ്രൂപ്പിലേക്ക് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് വന്നത് എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. ഈ കഴിഞ്ഞ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിട്ടുപോയ മുഴുവൻ ആളുകളെയും, അതായത് വിവിധ ഫേസ്ബുക്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമെന്നും അവർ വ്യക്തമാക്കുന്നു.